രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്നൊരുക്കി മലയാളത്തിന് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിത്തന്ന നീലക്കുയിൽ അരങ്ങിലേക്ക്. സ്ക്രീനിലെത്തിയതിന്റെ 70-ാം വാർഷികത്തിലാണ് നീലക്കുയിൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘടനയായ തിയേറ്റർ ഓൺ ടുഡേ ആണ് നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ. മകൻ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞു കളഞ്ഞ എന്റെ മകൻ എവിടെയാണ് അവൻ? ശങ്കരേട്ടൻ വളർത്തുന്നു. അഭ്രപാളിയിൽ നിന്ന് അരങ്ങിലേക്കുള്ള പരകായ പ്രവേശം സത്യനശ്വരമാക്കിയ ശ്രീധരൻ നായരും മിസ് കുമാരിയുടെ നീലിയും ഇന്നും മലയാളി മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഒടുവിൽ സിനിമയുടെ വെള്ളി വെളിച്ചം വിട്ട് നീലക്കുയിൽ 7 പതിറ്റാണ്ടുകൾക്കിപ്പുറം നാടകമായി സ്റ്റേജിലേക്ക്. ഈ പാപത്തിന്റെ ഫലമാണ് ഞാൻ നിസ്സംഗതയാകാൻ കാരണം. എനിക്ക് അവനെ വേണം. എവിടെ ഉണ്ടെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം. മലയാള മണമുള്ള പാട്ടുകളായ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ മാനെന്നും വിളിക്കില്ല, എങ്ങനെ നീ മറക്കും തുടങ്ങി നീലക്കുയിലിലെ എല്ലാ ഗാനങ്ങളും അതേപടി നാടകത്തിലുമുണ്ടാകും. അപ്പോൾ ഈ വെറുതെ സിനിമയുടെ പുറകെ പോയി ഇതിൻ്റെ ഒരു സമയം കഴിക്കുന്നതിനെക്കാട്ടിലും ഇത്തരത്തിലൊരു നാടകമായിട്ട് ഒന്ന് ലൈവ് ആകാനുള്ള ഒരു തീരുമാനം അങ്ങനെയാണ് പെട്ടെന്ന്. ആക്ച്വലി ഇത് വേറൊരു ആൾ ചെയ്യാനിരുന്നൊരു സാധനമാണ്. യാദൃച്ഛികമായിട്ട് CV പ്രേംകുമാറിൻ്റെ കയ്യിൽ വന്ന് പെടുകയായിരുന്നു. എം ശ്രീധരൻ നായരായി സത്യൻ അഭിനയിച്ച കഥാപാത്രത്തെ ഫോട്ടോ ജേർണലിസ്റ്റ് ജിതേഷ് ദാമോദറും നീലിയെ നർത്തകി സിത്താര ബാലകൃഷ്ണനുമാണ് അവതരിപ്പിക്കുന്നത്. RS മധുവിന്റെ രചനയിൽ ചലച്ചിത്ര സംവിധായകൻ CV പ്രേംകുമാറാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. സിനിമയിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാതെ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് പ്ലേ ആണ്. ആ ഒരു റിയലിസത്തിലൂടെയാണ് ഈ നാടകത്തിൻ്റെ ഒരു ആവിഷ്കാരവും പ്രസൻറ്റേഷനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിനിമയുടെ ആ ഒരു മനുഷ്യ മനസ്സിൽ കിടക്കുന്ന ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കുന്നതിനുള്ളൊരു ശ്രമമാണ്. വഞ്ചിയൂർ പ്രവീൺ കുമാർ, സജനചന്ദ്രൻ, മഞ്ജിത്ത്, രജുല മോഹൻ, ശ്രീലക്ഷ്മി, ശങ്കരൻകുട്ടി നായർ, കാശിനാഥൻ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളായി വേഷമിടുന്നത്. പഴുതക്കാട് ലെനിൻ ബാലവാടിയിൽ റിഹേഴ്സൽ പുരോഗമിക്കുകയാണ്. ഡിസംബർ 22-ന് നാടകം തിരുവനന്തപുരത്ത് അരങ്ങേറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.